അപ്പോൾ നമ്മൾ നാദാപുരത്ത് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഇത് കംപ്ലീറ്റ് വർക്ക് ഇതിൽ നമ്മൾ വരുന്നത് അതിന്റെ ഡ്രോണിന്റെ സ്ലൈഡ് ഇത് നമ്മൾ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഇവിടെ ഉള്ളതാണ്, നമ്മൾ ചെയ്തല്ല. ഹായ് ഓൾ, നമ്മളിന്ന് പോകുന്നത് കണ്ണൂർ ഭാഗത്തേക്കാണ്. കണ്ണൂർ മുഴുപ്പിലങ്ങാട്. അതിന് പോകുന്ന വഴിക്ക് നമുക്ക് നാദാപുരത്ത് ഒരു സൈറ്റ്, പുതിയ സൈറ്റ് ഒന്ന് മെഷർ എടുക്കാണ്ട്. അതുപോലെ തന്നെ നാദാപുരത്ത് നമുക്ക് ഇതിന് മുന്നേ ഒരു വർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കൊരു സ്ലൈഡറിന് ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഈ പോക്കിൽ നമുക്ക് റെഡിയാക്കി കൊടുക്കാണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് കണ്ണൂർ, വടകര, നാദാപുരം ഈ 3 ഭാഗത്തേക്കാണ്. നമുക്ക് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യലില്ല. നമ്മളിതിങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ചില പരിമിതികൾ, വീഡിയോൻ്റെ മുന്നിൽ നിൽക്കുന്നതിൻ്റെ ചില പോരായ്മകളൊക്കെ കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യലില്ല. പിന്നെ വീഡിയോ അതിന് മാത്രമുള്ളത് ഉണ്ടാവലുമില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കണം. അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഈ വീഡിയോ നമ്മൾ ഇന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പോകുമ്പോൾ നമ്മൾ സൈറ്റിലെ മെഷർമെൻറ്റിൻ്റെ അളവുകളും പിന്നെ സൈറ്റിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പങ്കുവെക്കുക. എന്തായാലും ഒരു ഇന്നത്തെ ഒരു ദിവസം നമ്മളൊരു വ്ളോഗിലേക്കായി മാറ്റി വെച്ചതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വലിയ ലെങ്തി വീഡിയോ ഒന്നും ആവില്ല, ചെറിയ വീഡിയോ ആയിരിക്കും. എങ്കിലും കുറേ കുറ്റങ്ങളും പോരായ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ അത് പരിഹരിച്ച് നമ്മൾ ഇൻഷാല്ല വരും വീഡിയോകളിൽ ഉഷാറായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ബാക്കി വീഡിയോസ് നമ്മൾ സൈറ്റിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻഷാല്ല. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ പ്രീമിയം ആയിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 1 lakh രൂപത്തിലും ബെഡ്റൂം സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു 3-4 lakh രൂപത്തിലും ബെഡ്റൂം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടാണ് എല്ലാത്തിനും നമുക്ക് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ വരില്ലേ. അപ്പം നിങ്ങളൊരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറയാനനുസരിച്ച് നമ്മൾ ബെഡ്റൂം സെറ്റ് ചെയ്ത് തരും. ഇപ്പോൾ നമ്മൾ പോകുന്ന ഒരു ബെഡ്റൂം നമ്മൾ ചെയ്തിട്ടുള്ളത് 1,20,000 ആ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ആ ഒരു ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഒന്ന് പോയി നോക്കുന്ന പിന്നെ ഒന്ന് സീലിംഗ് വർക്കുണ്ട്, ഒരു മൊത്തത്തിൽ ഇന്ത്യയിലുണ്ട്. ഫസ്റ്റ് നമ്മൾ ഫ്ലോറിംഗ് വർക്കിന് മുന്നായിട്ട് നമുക്ക് സീലിംഗ് വർക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കണ്ണൂരിലെ ആൾ ഗൾഫിലാണ്, പക്ഷേ ആൾ വീട്ടിലേക്ക് എന്താ പറയുക നമ്മൾ വീട്ടിലില്ല. നമ്മൾ സൈറ്റിൽ പോയി മെഷർ ചെയ്ത് കൊട്ടേഷൻ കാര്യങ്ങളും കൊടുത്തിട്ട് വർക്ക് നമ്മൾ അടുത്ത് തന്നെ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നത് നാദാപുരത്താണ്. നാദാപുരത്തുള്ളത് നമ്മൾ പിന്നെ മെഷർ ചെയ്യാൻ ഒരു കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 3D കാര്യങ്ങളൊക്കെ അവർ വിട്ടുതന്നിട്ടുണ്ട്. നമ്മളെല്ലാം ഡിസൈനിങ് ഉണ്ട്, വർക്കും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫർണിച്ചറിൻ്റെ ഓൺ പ്രൊഡക്ഷൻ കമ്പനിയും കാര്യങ്ങളൊക്കെ നമുക്കുള്ളതുകൊണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ഫർണിച്ചർ ചെയ്ത് തരാൻ കഴിയും. നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്തു വരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ വീട്ടിൽ നമുക്ക് വർക്കിംഗ് ഡേയ്സ് വളരെ മിനിമലാക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ സൈറ്റിൽ നിന്ന് മെഷർ എടുത്ത് പോകുന്ന കഴിഞ്ഞാൽ ഫുൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ട് പിന്നെ സൈറ്റിൽ വന്നുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന രൂപമാണ് അധികം നമ്മൾ ചെയ്യൽ. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സൈറ്റിൽ പരമാവധി പൊടി കാര്യങ്ങൾ പിന്നെ കട്ടിങ് പിന്നെ വർക്കിംഗ് ഡേയ്സ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ലേബർ ചാർജ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിനനുസരിച്ചുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആക്കിയിട്ട് നിങ്ങൾക്ക് ആ ഫർണിച്ചർ തരാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതായാലും നമ്മളെ പേജിൽ കയറി വയ്ക്കൽ നമ്മൾ ചെയ്ത വർക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ നമ്മളെ യാത്രയിടയിൽ നമ്മളെ വണ്ടി കിട്ടിയൊരു മൈലേജ് ആണ് ഇട്ടത്. നമുക്ക് കാണിക്കുന്നത് 19. ഇവർക്ക് പേടി കണ്ടെറ്റുമെന്ന് കേസ്. നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടല്ലോ. കരിക്കണ്ണന്മാരൊന്നും നമ്മളെ വ്ളോഗിൽ വരില്ല. ആകെ ഒരു 4-5 വ്ളോഗ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ പോയി ഇങ്ങനെ കണ്ണാക്കാൻ മാത്രമല്ല 19.9 നമ്മളെ മൈലേജ് കാണിക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നൊരു വണ്ടി കൂടിയാണ്. സ്ലൈഡർ വരുന്നു. അപ്പോൾ നമ്മൾ നാദാപുരത്ത് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഇത് കംപ്ലീറ്റ് വർക്ക് ഇതിൽ നമ്മൾ വരുന്നത് അതിന്റെ ഡ്രോന്റെ സ്ലൈഡർ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാദാപുരത്ത് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഇത് കംപ്ലീറ്റ് വർക്ക് ഇതിൽ നമ്മൾ വരുന്നത് അതിന്റെ ഡ്രോന്റെ സ്ലൈഡർ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. അതുപോലെ ഇതിപ്പോൾ ഒരു ലോങ് കർട്ടൻ വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ ഒരു കട്ടിൽ ഫുൾ ഹെഡ് ചെയ്തിട്ടുള്ള ഒരു കുഷൻ ചെയ്തിട്ടുള്ള ഒരു കട്ടിൽ, റോമൻ കർട്ടന്, ലോങ് കർട്ടന്, അതുപോലെ കാർപ്പറ്റ്, ബെഡ്, പഫി ചെയർ, ഇതൊക്കെ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളതാണ്. ഇത് അങ്ങോട്ട് വെച്ചാൽ ശിവൻ അങ്ങോട്ട് വെച്ചാൽ. ഇതുപോലെ സൈഡ് ബോക്സ്, കിങ് സൈസ് കട്ടിൽ, ബെഡ്, പിന്നെ പറഞ്ഞല്ലേ ലോങ് കർട്ടന്, അതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സീലിംഗ് മൊത്തത്തിലും കാണിച്ചു കൊടുത്താൽ, സീലിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ. ഓക്കെ, പിന്നെ ഒരു 4 door വാൾഡ്രോബ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് വർക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു സ്ലൈഡറിൻ്റെ കംപ്ലൈൻറ്റ് വന്നപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു എല്ലാ ചിലതിൽ ചില ആക്സറീസിന് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഓക്കെ, സ്ലൈഡർ മാറ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പോകുന്നത് വടകരയാണ്. അപ്പോൾ വടകര നമുക്ക് മെഷർമെൻറ്റ് എടുക്കാനുള്ളത് ഒരു സൈറ്റ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഫാമിലി കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കില്ല. നോക്കാം, നമുക്ക് അവിടെ എത്തിയിട്ട് അതിൻ്റെ മട്ടം പോലെ ഞാൻ വീഡിയോ ചിലപ്പോൾ ഉൾപ്പെടുത്തും, ചിലപ്പോൾ ഉൾപ്പെടുത്തില്ല. കഴിഞ്ഞിട്ട് മുഴുപ്പിലങ്ങാട് കണ്ണൂരാണ് പോകാനുള്ളത്. അതും ഇൻഷാല്ലാ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെന്നാണ് നമുക്ക് വിചാരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും അതിനനുസരിച്ച് ഇവിടെ അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു ഹോട്ടലിൽ കയറണം, ഫുഡ് കഴിക്കണം. ഒപ്പമുള്ളവരൊക്കെ അങ്ങനെ കിനി പറഞ്ഞു തുടങ്ങിയാണ്. ഇപ്പോൾ സമയം 2 മണി. അപ്പം ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. അതാണ് അടുത്ത ടാസ്ക് ഇൻഷാല്ലാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം.
ഇതാണ് നമ്മൾ പറഞ്ഞ മുഴപ്പിലങ്ങാട് ഉള്ള സൈറ്റ്. മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് ഒരു 100 മീറ്റർ കഷ്ടിച്ച് സൈറ്റിലോട്ട് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഞാൻ കാണിച്ചു തരാം. കയറിയിട്ട് സിറ്റ് ഔട്ട് ചെയ്യാണ്ട് സീലിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ലിവിങ് സ്പേസ്, ലിവിങ് വിത്ത് സ്റ്റെയർ സ്പേസ് ആണ്. അവിടെ ഒരു TV യൂണിറ്റ് വേണം, ഒരു L ഷേപ്പിൽ സോഫ, പിന്നെ സീലിംഗ് ഉണ്ടാവും. അവിടെ കുറച്ച് ഭാഗമുള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്ത് വരുന്ന കിച്ചൺ വരുന്നത്, ഇവിടെ ഒരു L ഷേപ്പിൽ കിച്ചൺ വേണം. L ഷേപ്പിൽ C ഷേപ്പായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ പുറത്ത് വരുന്നത് വർക്ക് ഏരിയയിൽ കാര്യമായിട്ട് ഞാൻ കുറച്ച് ഈ ക്രാക്കിൻ്റെ അടിയിൽ ഷെൽഫും കാര്യങ്ങളും ചെയ്യാനേ കാര്യമായിട്ടുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബെഡ്റൂം, ഇവിടെ സീലിംഗ് വരുന്നുണ്ട്. പിന്നെ കട്ടിലെ നോർമലായിട്ട് വരുന്ന ഇവിടെ ഒരു കട്ടിൽ, ഇവിടെ വാൾഡ്രോബ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഡൈനിങ് വരുന്നത്. നമ്മൾ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. മൊത്തം മെഷർമെൻറ്റ് നമ്മൾ എടുത്തിട്ട് കൊട്ടേഷൻ കൊടുക്കുക ചെയ്യുന്നത്. ആദ്യം നമ്മൾ സീലിംഗ് വർക്കാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കിച്ചണിൽ നമുക്ക് വരുന്നത് സെൻട്രൽ സ്റ്റൗവ് കാര്യങ്ങൾ വരണം. റൈറ്റ് സൈഡിൽ AC കുക്ക്, ലെഫ്റ്റ് സൈഡിൽ മിക്സി കാര്യങ്ങളൊക്കെ ഉള്ള ഷട്ടർ സ്പേസ്. ഈ ഭാഗത്ത് ഒരു സ്റ്റോറേജ് യൂണിറ്റ്, പിന്നെ ടോപ്പിൽ റാക്ക് കാര്യങ്ങൾ വരണം. അതുപോലെ തന്നെ കിച്ചണിൽ വർക്ക് ഏരിയയിൽ വരുന്നത് നമുക്കൊരു സിങ്കും പിന്നെ ഷെൽഫും കാര്യങ്ങളും തരണം, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ 2 ഓപ്പൺ സ്പേസ്, ഗ്രില്ല് കാര്യങ്ങൾ, അട്ടത്തിൻ്റെ റാക്ക്, പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് പോലെ ഒരു സ്പേസാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ ഡൈനിങ് സ്പേസിന് ഇതിൻ്റെ അപ്പോൾ ചെറിയൊരു ഇൻറ്റീരിയർ പാർട്ടീഷൻ പോലെ ചെറുതായിട്ടൊന്ന് കൊടുക്കണം. അതുപോലെ ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ ഈ ഭാഗത്തൊരു കട്ടിൽ, പിന്നെ ഇത് ബാത്റൂമിനകത്ത് ഡോറയിൽ ചെയ്ത് അത്യാവശ്യം വീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡോറ് അതൊന്ന് വീതി കുറയ്ക്കണം. അതുപോലെ ഈ ഭാഗത്താണ് ഷെൽഫ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ മറ്റൊരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇവിടെ വരുന്നത് ഈ ഭാഗത്തെ ഒരു കോട്ട് വരണം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഷെൽഫ്, റൈറ്റ് സൈഡിൽ മിറർ, സീലിങ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ള പ്ലാനിങ്. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ഐഡിയ ആണ്. ഫസ്റ്റ് കണ്ടിട്ടുള്ള നമ്മൾ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി കാര്യങ്ങൾ പറയണം. അതുപോലെ തന്നെ ലിവിങ് വരുന്ന സ്പേസിൽ L ഷേപ്പ് ഒരു സോഫ, ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വേണ്ടത്. പിന്നെ മുകളിൽ നമുക്ക് പറവോളാണ്, അതൊന്ന് മാറ്റി ഡിസൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ. അതുപോലെ സിറ്റ് ഔട്ട്, ഒരു 4 BHK വീടാണ്. മുകളിലും വരുന്നുണ്ട്. മുകളിലത്തെ ഞാൻ കംപ്ലീറ്റ് ആയി കാണിക്കുന്നത്. അടിയത്തെ സെയിം തന്നെയാണ് മുകളിലും വരുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. ഒന്ന് മുഴപ്പിലങ്ങാട് നിന്ന് ബീച്ചിൽ നിന്ന് ആകെ ഒരു 100 മീറ്റർ കറക്റ്റ് ഉള്ളിലോട്ടുള്ളൂ. അത്രയും അടുത്താണ്. നല്ല വീട്, ഫുള്ള് ഭക്ഷണമായിട്ട്. മറ്റേ നമ്മൾ ഇത്രയും പോയിട്ട് ഇവിടുന്ന് ചായയും കടിയൊന്നും കിട്ടിയില്ല. പ്രത്യേകിച്ച് പറയണം, നല്ല സ്വഭാവം, ഒന്നും പറയല്ല. അവന്റെ പരാതി എന്താ വെച്ചാല് 3-4 സൈറ്റിൽ പോയി, അവിടെ പോയിട്ടൊന്നും ചായയും വെള്ളം കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു സൈറ്റിൽ നിന്ന് മാത്രമാണ് നമുക്ക് ചായയും കടിയും കിട്ടിയത്. കണ്ണൂരായ സ്നേഹത്തിന് വളരെ നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് മുഴപ്പിലങ്ങാട് വീശുന്ന കറക്റ്റ് ഒരു 100 മീറ്റർ അത്ര തന്നെ വരുന്നുള്ളൂ. ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. കടൽ നല്ല ഓളത്തിലാണല്ലോ മോനെ. അതന്നെ അല്ലേ ഇറങ്ങാൻ പറ്റൂല. കടലൊക്കെ ഫുള്ള് ശോഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസം മുന്നേ വന്നപ്പം വണ്ടി ഇറക്കുന്ന സ്പേസാണ്. അവിടെ കണ്ടിട്ട് അവസ്ഥ ഇതാണ്. ഡ്രൈവിംഗ് ബീച്ചിൻ്റെ ഈ സമയത്ത് ഇപ്പോൾ ഡ്രൈവിംഗ് ബീച്ചിലോട്ട് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളിയാക്കിയിരുന്നുണ്ട് ബീച്ച് സൈഡ്. എന്താ ഭംഗി. മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. ആദ്യം ലുക്കാൻ നോക്കിയാണ് നല്ല ഭംഗിയുണ്ട് ചെയ്തിട്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മളെ മുഴപ്പിലങ്ങാട് ബീച്ച് ശോഭിച്ചു. പക്ഷേ ഇതൊരു നല്ല പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷെ ഒരു മഴ പെയ്തിട്ടാണെങ്കിൽ കയറിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. അതാണ് ഇപ്പോൾ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നത്. വേറെ എല്ലാം കൊണ്ട് ഓക്കെയാണ്. പക്ഷെ കടലൊക്കെ നോക്കിയാൽ എന്താണ് ഭംഗി. അടിപൊളി ലുക്കല്ലേ. വൈകിട്ടോ കട നടപ്പാതുണ്ട് ബീച്ച് സൈഡിൻ്റെ ഭാഗമായിട്ട്. ബാക്കിയൊരു പാർക്ക് പോലെ മൊത്തത്തിൽ
സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ആ തല വരെ ഉണ്ട്. മുക്കുനാട് ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയ സ്പേസാണ് ഇത്. പക്ഷേ ഈ വരുന്ന ഈ ഭാഗത്ത് നമ്മൾ വണ്ടി ഇറക്കുന്ന സ്പേസിൽ ഫുള്ള് മഴയായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. മഴയല്ല ഇപ്പോൾ ഈ ഒരു സമയം 3 മാസം വലുത് ക്ലോസ് ആണെന്നാണ് പറഞ്ഞത്. എങ്ങനെ ആടെ ചാലിയം ബീച്ചിലൊക്കെ ഉള്ള പോലെ വെറൈറ്റി ആയിട്ട് പോലെ ഷോപ്പൊക്കെയാണ് തുറന്നു വെച്ചിട്ടുണ്ട്. മിക്കവാറും ഇത് റെൻ്റ് ഔട്ട് ചെയ്യാനുള്ളതായിരിക്കും കണ്ടിട്ട്, അങ്ങനെ തോന്നുന്നു. എന്താണെന്നറിയില്ല, കണ്ടിട്ട് ഒരു ഷോപ്പിൻ്റെ ഒരു ഫീല് വരുന്നുണ്ട്. കണ്ട് ഈ കാണുന്നത് ഡോറായിട്ടാണ് അടിയിലേക്കും മുകളിലേക്കും തുറക്കുന്ന രൂപത്തിൽ. അതുപോലെ ഇരിക്കാനുള്ള ഒരു സ്പേസ് പോലും ഇവിടെ പാർക്കിൽ കൊടുത്തിട്ടില്ല. അതാണ് ഇപ്പോൾ ഒരു വലിയൊരു പോരായ്മയായിട്ട് തോന്നിയത്. എന്താ വെള്ളത്തിലേ നിർത്തുള്ളൂ വണ്ടി? വെള്ളത്തിൽ നിർത്തുള്ളൂ? വെള്ളം കണ്ടില്ല. ഇതെന്താ പല്ലുകുത്തിയൊക്കെ എടുക്കാൻ മാത്രം? കട്ട്ലറ്റ് ഇറക്കി ഓടിഞ്ഞടാ. ബീഫിന്റെ അതിപ്രസരം കാരണോ പല്ല് കയറിയതാണ്.